വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ശ്രവിക്കാൻ പോകുന്ന, ചിന്തിക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിന് ഉള്ള കൃപ നീ സ്വർഗം തുറന്ന് വർഷിക്കണമേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ പുത്രൻ്റെ മഹത്വം വ്യാപരിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം അതിൻ്റെ 5-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു. അതായത് ഊസിയ എന്നൊരു രാജാവിനെക്കുറിച്ച് പറയുകയാണ്. ഇസ്രായേൽ ഏകദേശം 52 വർഷത്തോളം ഭരിച്ച ഊസിയ എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്. 26-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. അതായത് തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. നമ്മുടെ ജീവിതത്തിലും വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വചനഭാഗമാണ്. സക്കറിയ എന്നൊരു ദൈവമനുഷ്യൻ ജീവിച്ചിരുന്നിടത്തോളം കാലം ദൈവഭക്തി അഭ്യസിപ്പിച്ചു കൊടുത്ത സക്കറിയ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നിടത്തോളം കാലം ഊസിയായ്ക്ക് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. അവന് സകല ഐശ്വര്യങ്ങളും ദൈവം നൽകി. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കാര്യം അത്യാവശ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ദൈവഭക്തി അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് തനിയെ അഭ്യസിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. ദൈവം അങ്ങനെയാണ് നമ്മളെ റൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ഈ ദൈവഭക്തി അഭ്യസിപ്പിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അന്ന് സക്കറിയ എന്നൊരു വ്യക്തി ഊസിയ രാജാവിനെ ദൈവഭക്തി അഭ്യസിപ്പിക്കാൻ ദൈവം നിയോഗിച്ചു. ആ വ്യക്തി ഉള്ളിടത്തോളം കാലം ഈ ഊസിയ രാജാവ് സക്കറിയ എന്നൊരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. ആത്മീയ ഉപദേശം തേടുമായിരുന്നു. നമ്മുടെ ഈ ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും തമ്മിൽ വലിയ സാമ്യമുണ്ട്. ഇത് പാരലാണ്. കാരണം ആത്മീയതയിലുള്ള വളർച്ച നമ്മളെ ഈ ഭൗതികതയിൽ വളർത്തും. നമ്മുടെ ജോലി മേഖല ആയിക്കൊള്ളട്ടെ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഭൗതിക കാര്യങ്ങളാണല്ലോ. സാമ്പത്തിക നന്മയായിക്കൊള്ളട്ടെ, എല്ലാം നമ്മുടെ സൗകര്യങ്ങളായിക്കൊള്ളട്ടെ, അടുത്തൊരു സ്റ്റാറ്റസിലോട്ട് മാറുന്നതായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഭൗതിക നന്മകളുടെ വളർച്ചയാണ്. ഇത് നമ്മൾ ആത്മീയമായിട്ട് വളർന്നെങ്കിൽ മാത്രമേ ദൈവം നമുക്കിത് കൂട്ടിച്ചേർത്ത് തരത്തുള്ളൂ. അപ്പോൾ ആത്മീയമായിട്ട് നമ്മൾ ആ സാഹചര്യത്തിൽ വളരണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് തന്നെ ഇരുന്നാൽ മനസ്സിലാവില്ല. കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകം 27:17 പറയുന്നു, ഇരുമ്പിന് മൂർച്ച കൂട്ടും, അതുപോലെ ഒരുവൻ മറ്റൊരുവൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടും. ഇരുമ്പിന് മൂർച്ച കൂട്ടും, അതുപോലെ ഒരുവൻ മറ്റൊരുവൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടും. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ ഇരുമ്പ് കത്തികളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് മൂർച്ച തീർന്നിരിക്കട്ടെ, കറിക്കരിയുന്ന കത്തിയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അതിന് മൂർച്ച തീർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? അത് അങ്ങനെ തന്നെ ഇരിക്കും. അത് ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ അതിന് മൂർച്ച കൂടില്ല, ഒരിക്കലും കൂടില്ല. ഒന്നെങ്കിൽ നമ്മളിതൊരു കല്ലിൻ്റെ പുറത്തിട്ട് ഉരയ്ക്കണം, അല്ലെങ്കിൽ വേറൊരു ഇരുമ്പ് കഷ്ണം, അല്ലേ, ഫയൽ എന്നൊക്കെ പറയും, അത് വെച്ചിട്ട് നമ്മൾ ഉരയ്ക്കണം. അങ്ങനെ ഉരച്ചെങ്കിൽ മാത്രമേ ഈ കത്തിക്ക് മൂർച്ച കൂട്ടത്തുള്ളൂ. അതാ വചനം പറയുന്നത്, ഒരു ഇരുമ്പിന് മൂർച്ച കൂട്ടാനായിട്ട് വേറൊരു ഇരുമ്പിനെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുവൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടാനായിട്ട് വേറൊരുവൻ്റെ ബുദ്ധിക്കേ പറ്റത്തുള്ളൂ. ആ ഒരു പ്രോസസ്സിന് പറയുന്ന സംഭവമാണ് ഈ ആത്മീയ അഭ്യാസം എന്നൊക്കെ പറയുന്നത്. ദൈവഭക്തിയിൽ അഭ്യസിച്ച് വരിക എന്നൊക്കെ പറയുന്നത്. അത് നമ്മളെ ഒരാൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം, എങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് പറ്റത്തുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു ജ്ഞാനിയുടെ അടുത്ത് ചെന്ന് ഇരിക്കേണ്ട അത്യാവശ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് അറിവുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾക്ക് അറിവ് നമ്മൾ സമ്പാദിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്ത് അപ്പുറം കടക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു അറിവുകൾ നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് യഥാർത്ഥ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ ഈ അറിവുകളൊന്നും നമുക്ക് വേണ്ടി ഉപകരിക്കത്തില്ല. ഒരു അറിവ് നമുക്ക് വേണ്ടി ഉപകരിക്കത്തില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ആക്ഷൻ എടുക്കണം, എന്ത് സ്റ്റെപ്പ് വെക്കണം, ഇത് വേറൊരു വ്യക്തി നമ്മുടെ ഈ ബുദ്ധിയെ
ഒന്ന് ഷാർപ്പൺ ചെയ്യണം. ഇതിനകത്തിരിക്കുന്ന സാധനത്തിനൊന്ന് പ്രോഗ്രാമിംഗ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ഔട്ട്പുട്ടായിട്ട് നമുക്കൊന്ന് കാണിച്ച് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അതാണ് ഇവിടെ പറയണത്. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരിക, നമ്മുടെ കുടുംബത്തിലേക്ക് വരിക, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരിക, നമ്മുടെ ജോലി മേഖലകളിലേക്ക് വരിക. കാരണം നമ്മൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് അല്ലേ? കുടുംബത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ, ഇനി ഫിനാൻസിൻ്റെ കാര്യത്തിൽ, സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അല്ലേ, ജോലിക്കാരുടെ ഇടയ്ക്ക്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക്, സമൂഹത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന പോലെ, അതായത് സകലത്തിലും നമുക്കൊരു ഐശ്വര്യം ലഭിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ, നമ്മുടെ ജോലിയിലുള്ള മേഖലകളിൽ നമുക്കൊരു ഐശ്വര്യത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ കർത്താവിനെ അന്വേഷിക്കേണ്ട ബാധ്യസ്ഥ നമുക്കുണ്ട്. കാരണം കർത്താവിനെ അന്വേഷിച്ചിരുന്ന കാലം അത്രയും അവന് ദൈവം ഐശ്വര്യം നൽകി. ആ അന്വേഷിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയയുടെ കയ്യിൽ നിന്നാണ് ആ ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു ദാഹം എപ്പോഴും ഈ ഊസിയ രാജാവിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യം, നമ്മളിപ്പോൾ ഒരു മാസം അല്ല ഒരു 2 മാസം ഇങ്ങനെ നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് പോവുകയാണ്. ജോലിയുടെ മേഖല അല്ലെ കുടുംബത്തിൻ്റേതായിട്ടുള്ള അവസ്ഥ, ഇതിലെല്ലാം നമ്മൾ ജീവിച്ചു പോവുകയാണ്. ഈ 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എങ്ങോട്ടേലും പോകും. എങ്ങോട്ടേലും പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ജ്ഞാനികളെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കും. എനിക്കുണ്ട്, ദൈവം കൂട്ടിച്ചേർത്ത് തന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പം അവരുടെയൊക്കെ ചെന്ന് ഇരിക്കും. അവരുടെയൊക്കെ ഇരുന്ന് ആ ഒരു 2 മാസത്തെ കാര്യങ്ങൾ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുമ്പോഴാണ് ഈ 2 മാസമായിട്ട് എന്തിനാണ് ദൈവം ഇന്ന അനുഭവത്തിലൂടെ നമ്മളെ നയിച്ചത്, അല്ല ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഇനി ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഇന്ന വ്യക്തികളോട് നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നൊക്കെ അവിടുന്നാണ് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ ഓരോ അനുഭവത്തിലൂടെ കടത്തിവിടുന്നത് നമ്മുടെ ഉള്ളിൽ ഈ കഴിവുകൾ വർദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ് അല്ലേ? താലന്തിൻ്റെ ഉപമയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു യജമാനൻ സ്വത്ത് ഭാഗം വെച്ചിട്ട് ഒരുത്തന് 5 കൊടുത്തു, ഒരുത്തന് 2 കൊടുത്തു, ഒരുത്തന് 1 കൊടുത്തു. എന്നിട്ട് യജമാനൻ അങ്ങ് പോയി. വർഷങ്ങൾക്ക് ശേഷം യജമാനൻ തിരിച്ചു വന്നപ്പോൾ 5 കിട്ടിയവൻ അത് 10 ആക്കി. അപ്പോൾ അവനെ കണ്ടപ്പോൾ യജമാനന് ഭയങ്കര സന്തോഷമായി. അവനോട് പറഞ്ഞു, ചെറിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചു, നീ വലിയ ഉത്തരവാദിത്വത്തോടെ ഇത് ചെയ്തു, നിനക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ പരമേൽപ്പിക്കും. ഇനി 2 കിട്ടിയവൻ 4 ആക്കി, അത് മൾട്ടിപ്ലൈ ചെയ്തു, 4 ആക്കി. അങ്ങനെ അവനോടും പറഞ്ഞു, ചെറിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചു, നീ വളരെ വിശ്വസ്തയോടുകൂടി ചെയ്തു. വിശ്വസ്തത അത് നമുക്കുണ്ടാവണം. വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കൃപ നമുക്ക് വേണം. അപ്പോൾ വളരെ വിശ്വസ്തയോടുകൂടി നീ ചെയ്തത് കൊണ്ട് നിനക്ക് വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കും. ഇനി 1 കിട്ടിയവൻ ഇതുകൊണ്ട് കുഴിച്ചിട്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ അത് നേരെ യജമാനൻ്റെ നേർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനാണ്, നീ നടാത്ത സ്ഥലത്തുനിന്ന് നീ പറിക്കുന്നവനാണ്, അതുകൊണ്ട് നീ വലിയൊരു ദുഷ്ടനാണെന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് നിൻ്റെ നാണയം ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു, ഇതാ നിൻ്റെ നാണയം. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഇത് പണമിടപാടുകാരുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ അവർ പലിശയെങ്കിലും കൂട്ടിയേനെ. നീ അത് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, പ്രയോജനരഹിതനും ഉത്തരവാദിത്വമില്ലാത്തവനുമായ ഭൃത്യ. പ്രയോജനമില്ലാത്തവൻ, ഉത്തരവാദിത്വമില്ലാത്തവനായ ഭൃത്യ. കാരണം ഒരു റെസ്പോൺസിബിലിറ്റിയും അവൻ അതിനോട് കാണിച്ചിട്ടില്ല. നമുക്കൊരു കൃപ തരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു കഴിവിടുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിനോടൊരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുമ്പോഴാണ് പയ്യെ നമ്മൾ വളരാൻ തുടങ്ങുന്നത്. ഇനി നമ്മുടെ ഭവനത്തിലായിക്കൊള്ളട്ടെ, നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചു, അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, അപ്പനെന്ന ഉത്തരവാദിത്വം. ആ ഒരു അപ്പനെന്ന ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യണമെങ്കിൽ അല്ലേ, ചെയ്യാൻ പറ്റണ്ടേ നമുക്ക്? ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്? കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകത്തില്ലേ? അങ്ങനെ ഒന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയാണോ ദൈവം നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ തന്നേക്കുന്നത്? ഇനി നമുക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലൊരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുന്നില്ലെങ്കിലോ? ശരിക്കും അത് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടല്ല സാലറി വാങ്ങിക്കുന്നത്. ശരിക്കും അപ്പോൾ അർഹിക്കപ്പെടാത്ത സാധനമല്ലേ നമ്മുടെ കയ്യിൽ വരുന്നത്? ഉത്തരവാദിത്വം ഇല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട്, ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഒരു കാര്യം ചെയ്തിട്ട്, ശരിയല്ലേ? അവിടെ ഒരു ഉത്തരവാദിത്വം നമ്മൾ പുലർത്തണ്ടേ? ഇനി നമ്മുടെ തന്നെ കുടുംബത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള നന്മകൾ നമ്മൾ ചെയ്യണ്ടേ? മാതാപിതാക്കളോടുള്ള കടമകൾ, സഹോദരങ്ങളോടുള്ള കടമകൾ, ജീവിത പങ്കാളിയുടെ മക്കളോടുള്ള കടമകൾ ഒക്കെ നമ്മൾ നിർവഹിക്കണ്ടേ?
ഇതൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ തന്നെ ചെയ്യണ്ടേ? ഇത് ചെയ്യേണ്ട പോലെ തന്നെ ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്നാൽ പറ്റില്ല. ഇത് എന്നെ കഴിഞ്ഞും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എനിക്കിത് പറഞ്ഞു തരണം. പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ. അപ്പം ഞാനൊക്കെ ചെയ്യുന്നത് അവിടെ ചെന്ന് ഇരിക്കും. ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളും എവിടെയാണോ നമുക്കൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നേ, എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കഴിവ് പുറത്തോട്ട് വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ താലന്തുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു കഴിവ് പുറത്തോട്ട് വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ 5 കഴിവാണ് നമുക്കുണ്ടേന്ന് വെച്ചോ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ നമ്മൾ നല്ല രീതിക്ക് ഫേസ് ചെയ്ത് അപ്പുറം കടക്കുമ്പം അത് എൻ്റെ ഉള്ളിൽ ഒരു കഴിവായിട്ട് മാറും, ഒരു കൃപയായിട്ട് മാറും. അപ്പോൾ 5 + 1 6 6 + 1 7. അങ്ങനെ 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 ഈ കഴിവുകൾ മൾട്ടിപ്ലൈ ആവത്തുള്ളൂ. അങ്ങനെ ദൈവം വരുമ്പോഴാണ് ചെറിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു, നമ്മൾ വളരെ ഭംഗിയോടെ കാര്യം ചെയ്തു, നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഫലമേൽപ്പിക്കും. അതിന് പറയുന്നതാണ് ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലൊക്കെ പ്രൊമോഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത്, അല്ല, കുടുംബത്തിൻ്റെ കാര്യത്തിൽ സ്റ്റാറ്റസ് മാറുന്നത്, കടത്തിൽ നിന്ന് മോചനം വരുന്നത് ഒക്കെ നമ്മൾ നല്ല രീതിക്ക് ആ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് നമ്മളൊരു കഴിവിലേക്ക് എത്തുമ്പോഴാണ്. കാരണം ധൂർത്തപുത്രനൊക്കെ ഇതല്ലേ സംഭവിച്ചത്. അവനവൻ്റെ സ്വത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. അതിലെന്താ തെറ്റിരിക്കുന്നത്? ഒരു തെറ്റുമില്ല. കാരണം അവൻ അർഹിക്കപ്പെട്ട സ്വത്ത് അവൻ അവൻ്റെ പിതാവിനോട് ചോദിച്ചു, എനിക്കിതെല്ലാം വേണം. പിതാവ് അവന് എഴുതി കൊടുത്തു. അവനിത് വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ അവൻ അറിയില്ല ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന്. അവനൊരു മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. അപ്പോൾ ഈ കുരങ്ങൻ്റെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ ഒരവസ്ഥയായിരുന്നു ഈ ധൂർത്തപുത്രൻ്റെ കയ്യിൽ ഇതെല്ലാം കൂടി കിട്ടിയപ്പോൾ. അവനത് വേണ്ടാത്ത രീതിക്ക് ഉപയോഗിക്കേണ്ട രീതിക്കല്ല അവൻ ഉപയോഗിച്ചത്. അങ്ങനെ ധൂർത്തടിച്ച് സംഭവം തീർത്തു. അല്ല, ഇന്നത്തെ കാലത്തും ഒത്തിരി പേരുടെ, ഇപ്പം ഞാൻ ഉൾപ്പെടെയാണ്, നമ്മുടെ കയ്യിലൊക്കെ സമ്പത്ത് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വിനിയോഗം എങ്ങനെയാണ് പോണത്? കാരണം ആ ധൂർത്തപുത്രനെ പോലെയാണോ? അല്ലേ, 1-ാം തീയതി സാലറി കിട്ടുന്നു, ഒരു 10-ാം തീയതി ആയപ്പോഴത്തേക്ക് സകലതും തീർന്നു, ബാക്കി 20 ദിവസത്തേക്ക് പോകാനായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല, അപ്പോൾ ബാക്കി കടം വാങ്ങിക്കുന്നു. അങ്ങനെയാണോ നമ്മൾ മുമ്പോട്ട് പോണത്? അല്ലെങ്കിൽ 1-ാം തീയതി സാലറി കിട്ടിക്കഴിയുമ്പോൾ പലരും എന്നേക്ക് ഇങ്ങനെ ഗൈഡ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എനിക്ക് പലരും തന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ മൂർച്ച കൂട്ടുന്നത്, നമ്മുടെ ബുദ്ധിയെ മൂർച്ച കൂട്ടുന്നത്. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് ഈ അക്കൗണ്ടിങ് ക്ലാസ്സിലൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. മാത്സൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട്, കൂട്ടാനും കുറയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്, കണക്ക് കൂട്ടലുകളെല്ലാം പഠിച്ചിട്ടുണ്ട്, ഗുണിക്കാനും ഹരിക്കാനും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യേണ്ടേ? ഇത് അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് പതുക്കെ 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 അതിനൊരു സിസ്റ്റം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇത് അപ്ലൈ ചെയ്ത ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരണം, അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞു തരണം. അങ്ങനെ ഒരു ഭക്തിയിൽ അഭ്യാസം നടത്തി ഒരു വളർന്ന ഒരാൾ നമ്മളെ അഭ്യസിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ആ ദൈവഭക്തിയിൽ വളർന്ന് 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 വരാൻ പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പം നമ്മളൊരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. കാരണം ഇപ്പം ഈ നേരത്തെ പറഞ്ഞല്ലോ, ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് ഇന്നതിന് മാത്രമേ പോകാൻ പാടുള്ളൂ, ഇന്നതിലേക്ക് ബാലൻസ് വരണം, ഇന്നതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോകണം, അല്ലേ, ഇന്നത് സേവിങ്സ് വരണം എന്നൊക്കെ പറഞ്ഞ് ഒരു സിസ്റ്റം നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിനി ഇങ്ങനെ ചെന്ന് ഇരുന്ന് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അങ്ങനെ ചെയ്യണമെന്ന് എന്താ നിർബന്ധം, ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം വരുന്നത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഞാനും പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ പോയി ഇരുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം, ഒരു സജഷൻ ചോദിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം, നമുക്കിത് അറിയത്തില്ലേ, നമ്മളും ബൈബിളൊക്കെ വായിക്കുന്നവരല്ലേ, നമുക്കും വെളിച്ചം കിട്ടിയവരല്ലേ എന്നൊക്കെ ഞാനും ചിന്തിച്ച കാലങ്ങളുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പൊട്ടത്തരമായിട്ടുണ്ട്. എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പൊട്ടത്തരമായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാവോ? അതായത് തുടക്കത്തിൽ നമുക്ക് ദൈവം നമ്മളെ കുറേ കൃപകളൊക്കെ തന്ന് നമ്മളെ ഒരു നല്ലൊരു പ്രാബല്യത്തിൽ നമ്മളെ വളർത്തും. അപ്പം ഈ 2 ദിനവൃത്താന്തം 26:16 ഇങ്ങനെ വചനം പറയുന്നു, പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാര പ്രമത്തനായി തീർന്നു, അതവനെ നാശത്തിലേക്ക് നയിച്ചു, തൻ്റെ ദൈവമായ കർത്താവിനെതിരെ അവൻ അവിശ്വസ്തത കാണിച്ചു. കാരണം പ്രാബല്യം നേടിക്കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലും നമ്മൾക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ അഹങ്കാരം കയറും. ഈ അഹങ്കാരം കയറി നമ്മുടെ ആ സകല കഴിവുകളെയും അടിച്ചമർത്തിക്കളയും. അത് നമ്മളെ പയ്യെ നാശത്തിലേക്ക് നയിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ പിന്നെ പൊട്ടത്തെറ്റേ ചെയ്യത്തുള്ളൂ, എനിക്കെല്ലാം അറിയാം എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ തന്നിഷ്ടം കാണിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലായിക്കൊള്ളട്ടെ, ജീവിത പങ്കാളിയുടെ മക്കളോടോ ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കത്തില്ല. നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും.
ഇനി ഓഫീസിലായിക്കൊള്ളട്ടെ, ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കത്തില്ല. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു. ഓഫീസിലൊന്നും ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കത്തില്ല. നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അതാകെ വള്ളിക്കെട്ടാണ്. കാരണം അത് പലരെയും മുറിപ്പെടുത്തുന്ന കാര്യമായിരിക്കും, പലരോടും ഒരു ഉത്തരവാദിത്തം കാണിക്കാത്തൊരു കാര്യമായിരിക്കും, പലരെയും മൈൻഡ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും, പലരെയും ബാധിക്കുന്ന കാര്യമായിരിക്കും, റിസൾട്ട് ഇല്ലാത്ത കാര്യമായിരിക്കും, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഒരു സെഷൻ എടുക്കാൻ പോകുന്നു, നമുക്ക് തോന്നിയ രീതിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ വന്നപ്പം വലിയ പ്രശ്നമായി. കാരണം അത് ചിലർക്ക് അക്സെപ്റ്റബിളാണ്, ചിലർക്ക് അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ വിഷയമാണ് അത്. അവരങ്ങ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ നോക്കിയും കണ്ട് കാര്യങ്ങൾ ചെയ്തില്ലേ പ്രശ്നമാണല്ലോ. എന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കേസിൽ ഇതുപോലെ തന്നെ അല്ലേ, നമുക്ക് 4 രീതിക്ക് വാങ്ങിക്കാമല്ലോ. അത്യാവശ്യ കാര്യങ്ങൾ, ആവശ്യ കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ, ആഡംബര കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കുമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രയോജനമില്ല. അപ്പോൾ എന്ത് വാങ്ങിക്കണം നമുക്കറിയത്തില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഇതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടേ. കാരണം ചെറിയൊരു കാര്യങ്ങൾ ചെയ്ത് 2-3 പേര് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങ് പൊങ്ങും, ഞാൻ എന്തോ ആണ് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമാണ്. പിന്നെ നമ്മുടെ തന്നിഷ്ടം കാണിക്കാൻ തുടങ്ങും. അത് ദൈവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. കാരണം കടൽ പോലെ ഇരിക്കുന്ന ഒരു ദൈവത്തെ ഒരു കുപ്പിക്കകത്താക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. കുപ്പിക്കകത്ത് ഒരിക്കലും ഒരു കടലിലെ വെള്ളം മൊത്തം കുപ്പിക്കകത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ലേ. കാരണം ഒരു ദർശനത്തെ ഇങ്ങനെ കണ്ടില്ലേ, ഒരു മാലാഖ ഒരു ചിപ്പി കൊണ്ട് വെള്ളം വറ്റിക്കുക, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിച്ചു പോവുക. കടൽ പോലെ ഇരിക്കുന്ന ത്രിത്വത്തെ കുറിച്ച് പഠിക്കുവാണ് ഈ വെള്ളം വറ്റിക്കുന്ന പോലെ. നമ്മളും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയൊരു ദൈവത്തെ, അത്രയും വലിയൊരു ദൈവിക കൺസെപ്റ്റിനെ നമ്മളൊരു കുപ്പിക്കകത്താക്കാൻ നോക്കുക. ഒരു കുപ്പിക്കകത്താവുന്ന വെള്ളം പോലെ ഒരു കുപ്പിക്കകത്തോട്ടാ ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. നടക്കത്തില്ല. നമുക്ക് ഈ കുപ്പി നിറഞ്ഞിരിക്കുന്ന ഞാൻ ആ കടലിലേക്ക് ഒഴുകിച്ചേരാം, അത് സംഭവിക്കാം. കാരണം കടലിലേക്ക് അലിഞ്ഞു ചേരുക അത് നമുക്ക് സാധിക്കുന്നതാണ്. അത് മതി. ആ ദൈവത്തിലേക്കൊന്ന് അലിഞ്ഞു ചേർന്നാൽ മതി. ദൈവത്തിലോട്ട് അലിഞ്ഞു ചേരണമെങ്കിൽ അഹങ്കാരം എന്നൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പറ്റത്തില്ല. കാരണം ഈ അഹങ്കാരം ഉണ്ടെങ്കിൽ ഞാൻ എന്നൊരു സ്ഥാനത്തിൽ അവിടെ അങ്ങ് നിൽക്കും. ഞാൻ ചെയ്യുന്നത് മാത്രം ശരി, എൻ്റെ കാഴ്ചപ്പാട് മാത്രമേ ശരിയുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ വേറൊരാളുടെ സജഷൻ ഒന്നും ചോദിക്കത്തില്ല. വേറൊരു കേസ് സ്റ്റഡീസ് ഒന്നും നമ്മളെടുത്ത് പഠിക്കത്തില്ല. ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ആരെയും അംഗീകരിക്കത്തില്ല, ആർക്കും ഒരു വില കൽപ്പിക്കത്തില്ല. കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഓഫീസിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ആർക്കും ഒരു വില കൽപ്പിക്കത്തില്ല അല്ലേ. മറ്റുള്ളവരെ നിന്നെക്കാളും ശ്രേഷ്ഠരായി കാണണമെന്നല്ലേ ഈശോ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ കാണത്തില്ല. കാരണം ഞാൻ ചെയ്യുന്നതാണ് എല്ലാം എന്നുള്ള ലെവലിൽ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം നമുക്ക് ഒത്തിരി കുറവുകൾ പറ്റും. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. കാരണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സകലതും ബാധിക്കുക, കുടുംബത്തിലാകെ പ്രശ്നം. കാരണം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളൊന്നും ആർക്കും തൃപ്തിയാവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ ആർക്കും മനസ്സിലാവത്തില്ല, ആകെ പ്രശ്നമാണ്. അല്ലെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കടബാധ്യത ചെന്ന് നിൽക്കും. പിന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി അടുത്ത കടം, അത് സോൾവ് ചെയ്യാൻ വേണ്ടി അടുത്ത കടം, ഇങ്ങനെ കെട്ടിൽ നിന്ന് കെട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി വേറൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടും, അത് സോൾവ് ചെയ്യാൻ വേണ്ടി വേറൊരു പ്രശ്നം. ഇത് തന്നെ വിഷയം. ഓഫീസിൽ 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആദ്യം 1ാമത്തെ സ്റ്റാഫായിട്ട് വിഷയം ഉണ്ടാകും. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി അടുത്ത വേറൊരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1ഉം 2ഉമായിട്ട് പ്രശ്നം ഉണ്ടാകും. അങ്ങനെ വന്ന് ഓഫീസിൽ മൊത്തം പ്രശ്നം, നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നം. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഇത് ശരിയല്ല എന്ന് മനസ്സിലായി. നമ്മളെ കഴിഞ്ഞും അറിയാവുന്ന ഒരാളോട് ചോദിക്കണം എന്ന് മനസ്സിലായി. അങ്ങനെ പയ്യെ ചോദിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ കൃപകൾ നിറയുന്നത്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി ടൗണിൽ ചെന്ന്. എൻ്റെ അപ്പനൊന്നും പഠിച്ചിട്ടില്ല, ആൾ 2ാം ക്ലാസ്സിൽ 2 ദിവസമേ പോയിട്ടുള്ളൂ. അപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു വില്ലേജ് ഓഫീസിൽ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് അന്ന് 10 രൂപ കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ എഴുതി കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് എൻ്റെ പപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ കഴിഞ്ഞും ഇരട്ടി വിദ്യാഭ്യാസം ഇപ്പോൾ നിനക്കുണ്ട്. കാരണം നീ ഇന്ന് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്നിട്ട് അടുത്ത പ്രാവശ്യം നീ വേണം ഈ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കാൻ. അപ്പോൾ 8 കിലോമീറ്റർ നടന്ന് വേണം ടൗണിൽ വരാനായിട്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു വിടും. അപ്പോൾ 8 കിലോമീറ്റർ നടന്ന് ടൗണിൽ വന്ന് ഈ പേപ്പർ വാങ്ങിച്ച് പയ്യെ എഴുതാൻ തുടങ്ങും. എഴുതുമ്പോൾ തെറ്റിപ്പോവും. കാരണം അന്നൊക്കെ മലയാളമൊക്കെ ശരിക്കും എഴുതി വരുന്ന സമയമേ ഉള്ളൂ. അപ്പം അത് എഴുതി തെറ്റിപ്പോവും. അതപ്പം പേപ്പറെല്ലാം മാറ്റി അടുത്ത പേപ്പർ വാങ്ങിച്ചത് കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം തിരുത്തി ഇതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതി പയ്യെ വില്ലേജ് ഓഫീസറുടെ അടുത്ത് ചെല്ലും.
ചെന്ന് കഴിയുമ്പം വില്ലേജ് ഓഫീസർ ഇതെല്ലാം നോക്കിയിട്ട് ചോദിക്കും, ഇത് അപ്പൻ്റെ പേരിലല്ലേ സ്ഥലം കിടക്കുന്നേ, അപ്പം അപ്പൻ്റെ സൈൻ എന്ത് ചെയ്യേ എന്ന് ചോദിക്കും. അപ്പോൾ അപ്പൻ്റെ സൈൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ അപ്പനെയും ചീത്ത പറഞ്ഞുകൊണ്ട് വീണ്ടും 8 കിലോമീറ്റർ പുറകോട്ട് നടക്കും. ഈ അപ്പൻ ഇതെന്താ ചെയ്താൽ എന്താ, അവിടെ ചെന്ന് അപ്പൻ്റെ സൈൻ വാങ്ങിക്കും. എന്നിട്ട് തിരിച്ച് 8 കിലോമീറ്റർ നടന്ന് അടുത്ത ദിവസമായിരിക്കും വരുന്നത്. അന്ന് പിന്നെ വരാൻ പറ്റത്തില്ല. അടുത്ത ദിവസം വന്ന് ഈ വില്ലേജ് ഓഫീസറുടെ കൈ കൊടുക്കും. അപ്പോൾ എല്ലാം നോക്കിയിട്ട് പറയും, അപ്പൻ്റെ ID കാർഡിൻ്റെ ID പ്രൂഫ് എന്ത് ചെയ്യേ ഇല്ല. വീണ്ടും തിരിച്ച് നടക്കും ഈ ചീത്തയും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ID കാർഡിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ ചോദിക്കും, ഇതിൻ്റെ കരം അടച്ചിട്ടില്ല, സ്ഥലത്തിൻ്റെ കരം അടച്ചാൽ മാത്രമേ ഇത് അലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. കരമടയ്ക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ല. പിന്നെ ഈ പൈസ വാങ്ങിക്കാൻ വേണ്ടി തിരിച്ച് വന്നിട്ട് കരമടയ്ക്കും. ഇങ്ങനെ 5-6 പ്രാവശ്യം നടക്കേണ്ടി വരും ഒരു കാര്യത്തിന്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നടക്കുമ്പോഴെല്ലാം അപ്പനെ ചീത്ത വിളിയാണ്. ഈ അപ്പൻ ഇത് ചെയ്താൽ എന്താ പ്രശ്നം? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം തലയ്ക്ക് ഒരു വെളിവ് വന്നു. എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കണം. അങ്ങനെ ഞാൻ ചെന്ന് ഒരു അങ്കിളുടെ അടുത്ത് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ആ അങ്കിൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നും പറഞ്ഞ് എല്ലാ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നോട് പിന്നെയും തിരിച്ചു വിളിച്ചു. മോനെ, നീ കുഞ്ഞാണ്, ഞാൻ പറഞ്ഞ അവസാനത്തെ കാര്യം മാത്രം ഇപ്പം നിൻ്റെ തലയിൽ കാണത്തുള്ളൂ, അതുകൊണ്ട് നീ ഒരു പേപ്പറിലെല്ലാം നോട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ആ ഒരു അങ്കിൾ ഒരു പോക്കറ്റ് ഡയറി എനിക്ക് വാങ്ങിച്ചു തന്നു. എന്നിട്ട് ആ പേപ്പറിൽ എല്ലാം നോട്ട് ചെയ്യാൻ തുടങ്ങി. 1, 2, 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു പോക്കറ്റ് ഡയറി ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്ന കാലം വരെ എൻ്റെ കയ്യിൽ എപ്പോഴും കാണുമായിരുന്നു. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ പോയി ചെന്ന് ചോദിക്കും. ഇതുപോലെ തന്നെ ഓരോ കാര്യത്തിനും നമ്മൾ ഓരോ സജഷൻ എടുക്കണം. അതനുസരിച്ച് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും നടപ്പൊഴിവാക്കാമല്ലോ, അല്ലേ? ഈ 5 പ്രാവശ്യം 6 പ്രാവശ്യം നടന്ന ആ നടപ്പ് ഒറ്റ നടപ്പിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരാളോട് ഒരു സജഷൻ ചോദിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ആ ഒരു കഴിവിലേക്ക് ദൈവം നമ്മളെ നയിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. സക്കറിയ എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നിടത്തോളം കാലം, സക്കറിയ തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മളെ മാറ്റം വരുത്താതെ നമ്മളെ ശ്രദ്ധിച്ച് കൊണ്ട് നടത്താനായിട്ട് ദൈവം കുറച്ച് ജ്ഞാനികളെ നിയോഗിപ്പിച്ചിട്ടുണ്ട്. ആ ജ്ഞാനികളുടെ അടുത്ത് ചെന്ന് നമ്മൾ ഇരിക്കണം. നമ്മുടെ കാര്യങ്ങളെ ചർച്ച ചെയ്ത് നന്നായിട്ട് നമുക്ക് നല്ലൊരു കുമ്പസാരക്കാരൻ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കുമ്പസാരക്കാരൻ ഉണ്ടാവണം. അങ്ങനെ കുമ്പസാരക്കാരനെ നമ്മൾ തപ്പിപ്പിടിക്കണം. അവിടെ ഇരുന്ന് പതുക്കെ നമ്മുടെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടണം. അത് ആ വ്യക്തിയുടെ ബുദ്ധിയിലൂടെ വരത്തുള്ളൂ. ദൈവം അങ്ങനെയാണ് റൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അത് നമ്മൾ എളിമപ്പെടാൻ വേണ്ടിയാണ്, അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അഹങ്കരിച്ച് കഴിഞ്ഞാൽ അത് സകലതും തീർന്നു പോകും, നമ്മൾ നാശത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് എളിമപ്പെടാം. അങ്ങനെ വ്യക്തികളെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതിനുള്ളൊരു എഫേർട്ട് നമുക്ക് എടുക്കാം. അത് അന്വേഷിച്ച് കണ്ടെത്തണം. കാരണം അതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലൊന്നും ദൈവം ഒന്നും ചെയ്യത്തില്ല. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അതനുസരിച്ച് നമ്മുടെ ഈ ബുദ്ധിയെ നല്ല ഷാർപ്പൺ ചെയ്യാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം, നല്ല കാര്യങ്ങൾ ചെയ്യാം, നല്ല കൃപകൾ അതിലൂടെ ദൈവം നമ്മളിൽ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നല്ല കൃപകൾ നമ്മൾ അതിലൂടെ വളർത്തിക്കൊണ്ടുവരാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.